2 ബോക്സ് പാലോട്ടിലുണ്ട് കേട്ടോ. രണ്ടും കഴുകി വെക്കണം. അപ്പോൾ കഴുകാൻ വരൂ, നമുക്ക് കഴുകാം, ഒന്നിച്ച് കഴുകാം. വരൂ വരൂ. പുറത്തിരുന്നാണ് കേട്ടോ കഴുകണേ. അതിലാണോ കുപ്പിയിടാറ്? അങ്ങനെ ചെയ്യാറ്. ആദ്യം ബോട്ടിൽസൊക്കെ ഇങ്ങനെ അടപ്പൊക്കെ തുറന്ന് ഇതൊരു പണിയാട്ടോ. കുറേ നേരം ചിലപ്പോൾ കുറേ 2 ദിവസമൊക്കെ എത്തി തരും. അപ്പോൾ കൂടുതലാവും. വീട്ടിലെ പണികൾ ഫാമിലി പണികൾ കൂടാതെ ഇങ്ങനൊരു പണി വരൂടെ. ശനി നേരം ഇനിയിപ്പോൾ കുട്ടികളൊക്കെ കഴുകി തരും കേട്ടോ. അല്ലാത്ത ദിവസം സൺഡേ കുട്ടികൾ കഴിയും. അല്ലാത്ത ദിവസവും ഞാൻ കഴിയും. വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ട്യൂഷനൊക്കെ പോകണം, പഠിക്കണം, പാൽ കൊടുക്കാൻ പോകണം. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. അങ്ങനെ ആവശ്യത്തിന് പണി അവർക്കുണ്ട്. അതാണ്. ഇങ്ങനെ കഴുകി ഈ ഒരു ഇതിനകത്തോട്ട് ഇടും കേട്ടോ. വലിയ ബേസിലോട്ട് ഇടും. അത് പിന്നെ അതിനകത്ത് കഴുകിയെടുക്കും. വെള്ളത്തിൽ ചവിട്ടലാണ്. കഴുകി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അത്ര ചേർന്നൊന്നും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നീങ്ങിട്ടു. ഹലോ, എല്ലാവർക്കും നമ്മുടെ ആർ ഫാമിലിയായിട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഒരു വൈകുന്നേരത്തെ സമയമാണ്. വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല, ഒരു 3:15-3:30 ആവാറായിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ പശുത്തൊഴുത്തൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പശുവിനെ കറക്കാനായിട്ട് ഇറങ്ങാറായി. അപ്പോൾ ഇത്ര നേരം രാവിലെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഉമ്മറൊന്നും അടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പണി കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിന്ന് നേരത്തെ റെസ്റ്റ് എടുക്കാനും കുറച്ച് നേരം മൊബൈൽ കാണാനൊക്കെ സാധിച്ചു. അപ്പോൾ അങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് മാറി കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ഇനി നമ്മളിതേ തൊഴുത്തൊക്കെ കാണിച്ചു തരാം. തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് രാവിലെയൊക്കെ ക്ലീൻ ചെയ്ത് ഉണങ്ങിയൊക്കെ കിടക്കുകയാണ്. ഇനി നമ്മുടെ പശുക്കൾ വരാറായിട്ടുണ്ട്. അപ്പോൾ കറവ തുടങ്ങാറായി. ആലുവയ്ക്ക് പോണ ദിവസമാണ്. ഒന്നരാടം നമ്മൾ ആലുവയ്ക്ക് പാൽ കൊടുക്കാൻ പോകും കേട്ടോ. ഫ്ലാറ്റിൽ ഒന്നരാടം നമ്മൾ അവർ 2 ദിവസത്തെ പാൽ വെച്ച് വാങ്ങിക്കും. ആദ്യമൊക്കെ എല്ലാ ദിവസവും പോകുമായിരുന്നു. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ യാത്രയൊക്കെ. അപ്പം നിർത്തണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, 2 ദിവസത്തെ വെച്ചോളൂ, അങ്ങനെ നിർത്തരുത് എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ കുട്ടികളും മെഡിസിനും ഒക്കെ കുട്ടികളുള്ളവർ എടുക്കുന്നുണ്ട് കൂടുതൽ ഈ പാല്. അപ്പോൾ അതുപോലെ മെഡിസിനൊക്കെ ഉപയോഗിക്കണവരും കുട്ടികളില്ലാത്തവർക്കും ഒക്കെ ഈ പാല് നല്ലതാണ് കേട്ടോ. കുറച്ച് ഗുണങ്ങൾ കൂടുതലുള്ള പാലാണ് A2 മിൽക്ക്. അപ്പോൾ നമ്മൾ A2 മിൽക്ക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ നിർത്തിക്കളയരുത്, നമുക്കിതുപോലത്തെ പാല് കിട്ടാനുള്ള സൗകര്യം ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയണതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നിർത്താനായിട്ട് പറ്റണമില്ല. പിന്നെ മാത്രമല്ല, എനിക്കൊരു ജോലിക്ക് പോണേക്കായം എനിക്കിതിൽ നിന്നൊരു വരുമാനം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് നിർത്താനും സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പുറത്ത് പോയി ജോലി ചെയ്ത് വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇതിനകത്തുനിന്ന് നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യണേക്കാൾ കൂടുതൽ ശമ്പളം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോകണേക്കാൾ നല്ലതാണല്ലോ
നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ആ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാതെ നമുക്ക് നല്ലൊരു സാലറി വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ വേറെ നമുക്ക് ഈ ദൂരയാത്ര ഒന്നും ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ സ്റ്റേ ചെയ്തിട്ടുള്ള യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഈ ഒരു ജോലിയിൽ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം ഇത് ചെയ്തു പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമുക്കൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സാലറി നമുക്കിതിനകത്തുനിന്ന് കിട്ടും. രാവിലെ വൈകുന്നേരത്തുള്ളൊരു പണിയുള്ളൂ. മാത്രമല്ല ഏത് ജോലിനേക്കാളും നമുക്കിതിനകത്ത് നിന്ന് ഒത്തിരി പേരുടെ സഹായമുണ്ട് കേട്ടോ. രാവിലെ എന്നെ ഹസ്ബൻഡ് സഹായിക്കാറുണ്ട് കറവയിൽ. ബാക്കി തൊഴുത്തിലെ എല്ലാ പണികളും ഞാൻ തന്നെയാണ് കേട്ടോ. കറവയ്ക്ക് ആൾ സഹായം ഉണ്ടാവാറുണ്ട് ആളുടെ. പിന്നെ വൈകുന്നേരത്തെ കറവയൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ടും തോന്നണില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം, എനിക്ക് ദൈവം ആരോഗ്യം തന്നിടത്തോളം കാലം ഞാനിത് പണി ചെയ്യാൻ തയ്യാറാണ്. പിന്നെ അതുമല്ല കുട്ടികൾ വൈകുന്നേരമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ സഹായിക്കും. പക്ഷേ ക്ലാസ്സുള്ള സമയങ്ങളിൽ ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പശുവിനെ അഴിക്കാൻ പോവാണ്. വൈകുന്നേരത്തെ കറവ തുടങ്ങാറായി. നമുക്ക് പശുവിനെ അഴിക്കാൻ കാണാം കേട്ടോ. ഇവിടെ തൊഴുത്ത് ഇപ്പം ഇങ്ങനെ കിടക്കുകയാണ്. അത്യാവശ്യമല്ല, നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ പുകയ്ക്കണ ആ ബക്കറ്റാട്ടോ ഈ ഇരിക്കണത്. അപ്പോൾ ഇനി സമയം വൈകി നമുക്ക് പോവാം. അപ്പം നമ്മൾ തൊഴുത്തിലോട്ട് ഇടുന്ന നമ്മുടെ ബൂട്ടാണ് കേട്ടോ ഇത്. ഈ ബൂട്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൊതുക് കടിയോ അല്ലെങ്കിൽ വല്ല ഇട്ടിരിക്കുന്ന ബൂട്ടാട്ടോ. ബൂട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇട്ടിരിക്കുന്ന ബൂട്ടാട്ടോ. ഈ ബൂട്ടിട്ടിട്ടാട്ടോ ഞാൻ പോണത്. ഈ ബൂട്ടിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലൊന്നും മോശമാവില്ല. ഇപ്പോൾ പശുക്കളെ കെട്ടാൻ വേണ്ടിയിട്ട് പറമ്പിലോട്ടൊക്കെ പോയാൽ ചെളിയൊക്കെ ഉണ്ടെങ്കിലൊന്നും നമുക്കിതൊന്നും ഒരു ഫീലല്ല. ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ കാല് നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. ഇത് മുറ്റൊന്നും അടിച്ചിട്ടില്ല. ഇന്ന് മഴയായിരുന്നല്ലോ രാവിലെ മുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പശുക്കളൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാട്ടോ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഭദ്രമ്മ അവിടെ നിന്ന് നോക്കണുണ്ട്. ഞാനിവിടെ നിന്ന് അനങ്ങിയപ്പോൾ തന്നെ അവളവിടെ നിന്ന് പോരാനുള്ള തിരക്ക് കാട്ടി തുടങ്ങി. വേണ്ട, അവളവിടെ നിന്ന് തിരക്ക് പിടിക്കുകയാണ്. പിന്നെ നമ്മുടെ സുഭദ്ര അവിടെ നൊലോളിക്കുകയാണ്. അവളുടെ കുഞ്ഞിവിടെയാണല്ലോ. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണോ അവൾ ആദ്യം കൊണ്ടുപോകണമെന്നുള്ള മട്ടിലാണ് അവൾ ഓടണേ. അവിടെ കിടന്ന് കണ്ടോ, അവളവിടെ കിടന്ന് ഓടണുണ്ട്. അവൾക്ക് നേരത്തെ വരണം. അവളുടെ കുഞ്ഞിവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഒരു തിരക്കാണ് വരാനായിട്ട്. എല്ലാവരും ഓരോരുത്തരവിടെ കഴിക്കണമുണ്ട് കേട്ടോ. അവർക്ക് സമയമായിട്ടില്ല വരാനായിട്ട്. തിരക്കുള്ള ആൾ സുഭദ്രയും ഭദ്രയും ഉണ്ടോ ഇങ്ങോട്ട്. ആദ്യം ഭദ്രേനെ തന്നെ അഴിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കിടക്കും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ബൂട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ബൂട്ടുള്ളതുകൊണ്ട് നമ്മളത് ബാധിക്കില്ല. നമ്മുടെ കാലൊക്കെ നീറ്റായിട്ടിരുന്നോളും. അപ്പോൾ ബൂട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ചെടി കൂടിയൊക്കെ നടക്കാനും മടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഭദ്രേനെ ആദ്യം അഴിക്കാം. ഭദ്രമേനെ അഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. മഴയൊക്കെ മാറി. ഇത്ര നേരം മഴയായിരുന്നു. ഇപ്പോൾ ഒരു മണിക്കൂറായിട്ട് മഴ, ഒരു മണി 1-1.5-2 മണിക്കൂറായി കേട്ടോ. ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുകയാണ്. വെയിലുണ്ട്, അത്യാവശ്യം ചെറുതായിട്ടൊരു വെയിലും ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഈ വെയിലത്ത് നമുക്കിങ്ങനെ നടക്കാൻ നല്ല രസം കേട്ടോ. ആ ചൂട് കൊള്ളുമ്പോൾ നല്ലൊരു രസമുണ്ട്. എന്തായി ഭദ്രമ്മ? ഭദ്ര നമ്മളെ നോക്കണ്ട കേട്ടോ. നോക്കി നിൽക്കുകയാണ്. പോവാനായിട്ട് തിരക്കായോ? പോണോ? 3:30 ആവണുള്ളൂ. പോവാം. ഇത് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് വേഗം അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഓടി അങ്ങോട്ട് പോകും. ഭദ്രേ എന്തായി? മഴ കൊണ്ടോ? രാവിലെ നന്നായിട്ട് മഴ കൊണ്ടു അല്ലേ? അപ്പോൾ വെയിലൊക്കെ ഉദിച്ചപ്പോൾ നല്ല രസം അങ്ങനെ നിൽക്കാൻ വെയിലത്ത് അല്ലേ ഏടാ ഭദ്രമ്മ? അമ്മേ കണ്ട, ഇതാണ് പ്രശ്നം. ഇപ്പം എന്നെ മറിച്ചിട്ടേ. അയ്യോ, അടുത്തിങ്ങനെ വന്ന് നിൽക്കുമ്പോഴേ ഈ കയറൊക്കെ പ്രശ്നമാണ്. ഇവർക്കറിയില്ലല്ലോ. നമ്മൾ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ മറിഞ്ഞു കെട്ടി വീണേനെ കേട്ടോ. വേണ്ട, പോവാൻ തിരക്ക് പിടിക്കണം. അപ്പം നമ്മൾ ഈ കയറിൻ്റെ അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോൾ നമ്മൾ മറിഞ്ഞു വീഴും. അപ്പോൾ ശ്രദ്ധിച്ച് ഇവരുടെ അടുത്തോട്ടൊക്കെ പോകണം. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് നമുക്ക് ഓരോന്ന് വരുന്നു പെടുക. ഇവർക്കറിയില്ലല്ലോ. വെച്ച് മതിയായില്ല എന്നാണ്. വീട്ടിൽ പോകാനൊന്നും താല്പര്യമില്ല. ആൾ വീണ്ടും വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കൊക്കെ
അഴിച്ചുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറച്ച് നേരത്തേക്ക്, പക്ഷേ ആളിപ്പോൾ പോവുകയാണ്. ഇനിയിപ്പോൾ ആളുടെ പുറകെ ഞാൻ നടക്കേണ്ട വരും, സമയം നമ്മുടെ പോകും. നമുക്ക് ചിലപ്പോൾ നന്ദിനി വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഭദ്ര വേഗം നന്ദിനിയുടെ പുറകെ പോകും കേട്ടോ. നന്ദിനിയുടെ നമുക്ക് കഴിക്കാം. എൻ്റെ കെട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ച് മുറുക്കി വെച്ചേക്കുക. കഴിച്ച ഉടനെ വേറെ വഴിക്ക് പോവുക കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവരും നമ്മളെ ഇടങ്ങേറാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ സുഭദ്രേനെ അഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, ഓടി അവൾ കുഞ്ഞിൻ്റെ അടുത്ത് പോയി പാല് കുടിപ്പിക്കും. നമുക്കിനി സുഭദ്രേനെ അഴിച്ച് നോക്കാം. അപ്പോൾ ആരെങ്കിലും ഒരാളെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ വരാറാകും. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികൾ വണ്ടി കൊണ്ടുപോകാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുവരാൻ പോകേണ്ടി വരും. അപ്പോൾ ഒരെണ്ണത്തിനെ കറന്നിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കിന്ന് അത് നടക്കില്ല. ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുക കേട്ടോ. ഇതിൽ കൂടിയൊക്കെ പോകുമ്പോൾ നമ്മുടെ ചേറാകും. പക്ഷേ നമുക്ക് ബൂട്ടുള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഏത് ചേറി കൂടി വേണമെങ്കിലും നമുക്ക് ബൂട്ടിട്ട് നടക്കാം. എല്ലാവരും ഇങ്ങനെ കമ്പിയിലാട്ടോ കെട്ടി വെച്ചേക്കണേ. കമ്പിപ്പാട് പോയിട്ടോ. ഇനി നമ്മൾ അവളുടെ പുറകെ പോകണ അപകടമാണ്. അവൾ ഓടുക കേട്ടോ, പരക്കം വാങ്ങി ഓടുകയാണ്. അവളുടെ കുഞ്ഞവിടെ ഉള്ളതുകൊണ്ടാണ്. കണ്ടോ അവളുടെ ഓട്ടം നോക്കി. ഇതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണ പശുക്കൾ ശരിക്കും ഉണ്ടാവില്ല കേട്ടോ. കൂടുതലും ഈ ചെറിയ കുഞ്ഞൻ പശുക്കളാണ് കേട്ടോ ഇത്രമാത്രം കുട്ടികളെ സ്നേഹിക്കണത്. വലിയ പശുക്കൾക്കൊന്നും ഇതേ. അപ്പോൾ എല്ലാവരും ഓടുന്നുണ്ട് പുറകെ. ഒരാൾ പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ ഓടുക. എന്താണ് നടക്കണേന്നാണ്. ഒരാൾ ഓടാണ്ട് പിന്നെ ഒറ്റ എണ്ണം നിൽക്കില്ല, ഒക്കെ ഓടും. ഭദ്ര കണ്ടിട്ടില്ല, അതാണ് പുറകെ ഓടാത്തേട്ടാ. വീട്ടിൽ പോയി നിന്നു. കുഞ്ഞൻ ഓടണം, സുഭദ്ര ഓടണം കണ്ടപ്പോൾ തന്നെ നമ്മുടെ നന്ദിനിയും ഓടി. അവിടെ എന്തോ നടക്കണ്ടെന്ന് വിചാരിച്ചു തിരിച്ചു പോരുക കേട്ടോ ഒരാൾ. ഭയങ്കര കുറുമ്പാ. ചില സമയത്ത് ഇവരുടെ തല്ലുപിടുത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾക്ക് ഇവിടെ ഒരു ബാലയുണ്ട്. അവിടെ വാവയുണ്ട് കേട്ടോ. വാവയ്ക്ക് ഇന്ന് വയറ് സുഖമില്ലാത്തതുകൊണ്ട് വാവ പോയില്ല. അപ്പോൾ ദേ എന്താണാവോ പുറത്തോട്ട് പോന്നെ. എന്താ ഭദ്രേ പുറത്തോട്ട് പോരണേ? കുഞ്ഞിനെ കണ്ടില്ലേ നീ? പൊയ്ക്കോ അകത്തോട്ട്. വാ, കറവയ്ക്ക് സമയമായി, വേഗാവട്ടെ. തിരിച്ച് അപ്പോൾ അവൾ ഓടുക കേട്ടോ. ഒരാൾ ഓടണണ്ടപ്പോൾ അടുത്ത ആൾ ഓടുക. ഇത് തന്നെ പരിപാടിയാണേ. മോനെ വാവേ ഗേറ്റ് അടയ്ക്കാമോ? രണ്ട് അവളെ അകത്താക്കി ഗേറ്റ് അടയ്ക്കൂ. നമ്മുടെ ചേട്ടായിമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും അറിയണ്ട കേട്ടോ. അവർ സ്കൂളിൽ പോയതുകൊണ്ട് നമ്മൾക്കാണ് ഈ ഡ്യൂട്ടി. അവർ രണ്ടുപേരും കൂടി വന്ന് പശുക്കളെയൊക്കെ കയറ്റിക്കോളും. കൂട്ടത്തിൽ ചിലപ്പോൾ വാവയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പശുക്കളെ കൊണ്ടുവരാനും പശുക്കളെ അയച്ചുകൊണ്ട് വരുന്നതൊക്കെ ഭയങ്കര കാര്യമാണ്. പിന്നെ എനിക്ക് പേടിയാണ്, അവൾ ശ്രദ്ധയില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും. ചേട്ടായിമാർ പിന്നെ ഒച്ചെടുത്ത് അവരെ പേടിപ്പിക്കാനൊക്കെ അറിയാം. പശുക്കളെ കഴിക്കുക കേട്ടോ മുമ്മർത്തുന്ന പുല്ലൊക്കെ. ഇനി നമുക്ക് കഴിക്കാം. വാ, ഞാൻ കെട്ടാൻ പുറത്തുണ്ട്. ഇങ്ങോട്ട് വരൂ നന്ദിനി, വാ മോനെ. വെള്ളം തുറന്നിട്ട് വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം. വെള്ളം ഉണ്ടല്ലോ ബക്കറ്റിൽ. വാ നന്ദിനി കുട്ടി. നന്ദു വാ. വന്നിട്ട് ഇനി കറന്നു കഴിഞ്ഞിട്ട് സമയം വൈകി. വാ നന്ദിനി. ചില സമയത്ത് വാശിയായിരിക്കും. പെട്ടെന്ന് നമ്മൾ തലയൊക്കെ കുടഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഇവരുടെ മൂഡ് പോലെ നമ്മൾ ഇവരെ കൈകാര്യം ചെയ്യണം. ഓടാ എടാ കറക്കണ്ടേ.
അമ്മ സുഭദ്ര. ഇല്ല. മോന്താട്ടടി ഇവിടെ മോന്തമുണ്ടോ കുറുമ്പി? ഞാൻ പറഞ്ഞ ഉണ്ടക്കണ്ണിന്നാണ് ഗൈസ്. കണ്ടോ ഉണ്ടക്കണ്ണി. അമ്മ ഗൈസ് അവിടെ എത്തുന്നു ഗൈസ്. കറക്കണ വരെ ഇയാൾ ഇവിടെ നിന്ന് തിന്നട്ടെ. അയാള് കഴിക്കുന്നത് കൊണ്ട് തന്നെ വരാൻ കൂട്ടാക്കണില്ല. അപ്പൊ നമുക്ക് ഇനി ചെറിയ വട കറക്കാം. ഗായ്സ് അമ്മേ മോനും കുഴപ്പങ്ങളുണ്ട്. ഈ കമ്പി ഞാൻ ഊരണതിന് മുന്നേ കമ്പിയും വലിച്ചിട്ട് ഓടിക്കളഞ്ഞു. ഇങ്ങനെ ഒരു കുഞ്ഞു പ്രേമിയാണേ. കുഞ്ഞിന് പുന്നാരിക്കണ നോക്കി. കുഞ്ഞിനെ പുന്നാരിച്ച് അവനെ മറച്ചിടുമല്ലോ. അല്ല ഇവിടെ ഒരു ചട്ടി, ഇവിടെ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പശുക്കളുടെ എണ്ണം കൂടി കഴിഞ്ഞ് കഴിയുമ്പോ ചെടികളൊക്കെ നമ്മുടെ അവിടെ ചെടി ഇരിക്കുന്നുണ്ട്, ചട്ടി ഇരിക്കുന്നുണ്ട്. കുറെ ചട്ടികളൊക്കെ പൊട്ടിച്ചു കളയുന്നത് ഉണ്ടോ. കഴിഞ്ഞ ദിവസം ചെടി ഈ നമ്മുടെ പശുക്കൾ പൊട്ടിച്ചതാട്ടോ ഈ ചട്ടി. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമുക്കൊന്നും നടാനൊന്നും പറ്റില്ല ഇവരുണ്ടെങ്കിൽ. ഗൈസ് ഏതോ വൈപ്പോക്കി അങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. കഴിച്ചിരുന്നല്ലോ, കഴിക്കാൻ പോയിക്കായിരുന്നു. അപ്പൊ ഒരാൾ വന്നപ്പോ അടുത്താണ് നല്ലതാണ്. താൻ തന്റെ ഇഷ്ടത്തിന് പോയേക്കല്ലായിരുന്നോ കഴിക്കാനായിട്ട്? നോക്കണം അവള്. നോക്കി വന്ന് ദേ ഇവളിനെ കൊണ്ടോ ആദ്യം. ഗൈസ് പൂത്താങ്കിളികളൊക്കെ ഉണ്ടോ കിളികള്? ഇതൊക്കെ നീട്ടോ. നന്ദിനിയുടെ നോടേണ്ടമ്മേ. അവിടെ അയച്ചപ്പോ അറിയില്ല. അപ്പൊ അവിടെ ഇഷ്ടത്തിന് നിൽക്കണം. അത്രേ മതി. നീ നിൽക്കണോടത്ത് എന്ത് വായിച്ചോളൂ. ഇവിടെ വാ. ഇന്നലെ തിന്നലായിരുന്നു ഇവളുടെ പണി. ഇവിടെ വാ. ഇടയ്ക്ക് ഇവള് തൊടാനേ സമ്മതിക്കില്ല. ഫ്ലക്ച്വേഷൻ കൂടുതലുള്ള ആളാണ്. നല്ല മൂടാവണം, അല്ലെങ്കിൽ അവൻ ഓട്ടവും ചാട്ടവും ഒക്കെ സമയം ഇപ്പോൾ 3:24. അപ്പൊ നമ്മൾ കുഞ്ചപ്പൻ വരാറായിട്ടുണ്ട്. കുഞ്ചപ്പൻ ഇനി കൊണ്ടുവരാൻ പോവാം. അല്ലെങ്കിൽ കൊച്ച് അവിടെ നടന്നു വരേണ്ട വരും. ഇത് വൈക്കോട് ഇവിടെ തിന്ന് നിൽക്കും കേട്ടോ. കുഞ്ഞത്തിനെയും കൊണ്ടുവന്ന് കെട്ടട്ടെ. മില്ലായല്ലോ, മഴയില്ലല്ലോ. മഴയൊക്കെ കഴിഞ്ഞിട്ട് അടിക്കാം. അത് ഇപ്പൊ ചെടി എന്ന് പറയാൻ ആകെ തുളസി കേട്ടോ. കുഞ്ഞാ അറിയില്ല. ഓടിപ്പോണേരുന്നു അങ്ങോട്ടേക്ക് കൊച്ചിൻ്റെ. തൽക്കാലം ഇവിടെ കുട്ടീനെ കൊണ്ടുവരാൻ പോട്ടെ കേട്ടോ.
നന്ദിനി അവിടെ നിന്നോ, ബഹളം ഉണ്ടാക്കണ്ട. നന്ദിനിനെ കാണിച്ചു കൊടുത്തേ. നന്ദിനിയുടെ അഭ്യാസം കണ്ട. നന്ദിനിനെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ നന്ദിനി അങ്ങോട്ട് പോകും. നന്ദിനി കഴിച്ചു കഴിഞ്ഞോടത്തുനിന്ന് പോരാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നന്ദിനി കിടന്ന് ഓടുകയാണ്. അവിടെ നിൽക്കൂ, ഞാൻ പോയിട്ട് വന്നിട്ട് കേട്ടാട്ടോ. ഞാൻ കുഞ്ചപ്പനെ കൊണ്ടുവരാൻ പോവാണേ. ഗൈസ് ഞങ്ങള് ചുന്തിരിമണീനെ കടിച്ചേ. ഗൈസ് നാണു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗൈസ് നാണിക്കുന്നു ഞങ്ങളുടെ ചീരിപ്പെണ്ണ്. ഇത് മിക്കാൻ്റെ പേരാണ് അവൻ്റെ. ഞങ്ങളുടെ ചുന്തിരിവാവ് എവിടെ? ചുന്തിരിവാവേ മഴക്കോട്ട് രാവിലെ നനഞ്ഞ് കിടക്കണതാണ്. അതൊന്ന് വിരിച്ചിട്ടിട്ട് മുണങ്ങില്ലായിരുന്നു കേട്ടോ. കണ്ട അവിടെ കിടന്ന് ഓട്ടോ ചാട്ടോണേ. മോന് സ്കൂൾ വിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വെയിറ്റ് ചെയ്യാൻ 3:30 ആവാറായി. അപ്പം ഞാൻ ഇനി മോനെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട, വേഗം പോയി കഴിഞ്ഞാൽ മോനെയും കൊണ്ട് പോരാം. അപ്പം ഞാൻ പോയി കൊണ്ടുവരട്ടെ കേട്ടോ. കുഞ്ചപ്പനെ നമ്മൾ പോയി കൊണ്ടുവന്നു കേട്ടോ. ഇനി നമ്മുടെ പണി തുടങ്ങാം. ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ദേ റിബണും വാങ്ങിക്കാൻ കയറി കടയിൽ. ഇനി നമ്മുടെ ഡ്യൂട്ടിയാണേ. ഈ കുറുമ്പി കാഴ്ത്തിയിട്ടേക്കണ കോലം കണ്ട, ഇതാണ് ഇവളുടെ പാട് കേട്ടോ. ഈ ഇങ്ങനെ ചെയ്യണേന് ഇവളെന്താ ചെയ്യുക? വൃത്തിയായിട്ട ഫാമാണ്. ഇപ്പോൾ ദേ അവൾക്ക് വൈക്കോൽ അവളുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞാൻ പോയേ. പകുതി കൂടുതൽ വൈക്കോൽ അവൾ ദേ കഴിക്കണേ കൂടുതൽ അവൾ താഴെ കളഞ്ഞു വെച്ചേക്കാണ്. എൻ്റെ മോളെ. അപ്പം നമ്മുടെ കറവ തുടങ്ങാം. അപ്പോൾ നമുക്ക് വൈക്കോല് ഇങ്ങനെ തട്ടിയിടാം. അല്ലെങ്കിൽ അവൾ മൂത്രമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈക്കോല് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. ഇത് കാന്താരിപ്പെണ്ണെ നിന്ന് മര്യാദ കൊടുക്കൂട്ടോ. ഞങ്ങൾ കൊടുക്കില്ല, നിന്നെ കൊടുക്കില്ല, ഞങ്ങളിവിടെ നിർത്തിയേക്കാണ്. വേഷം കെട്ട് കാണിക്കുന്നതുകൊണ്ട് നിന്നെ ഞങ്ങൾ കൊടുക്കും. മര്യാദ ചെയ്യും കേട്ടോ പറഞ്ഞേ. അപ്പോൾ നമുക്ക് തീറ്റെടുക്കാം. വളരെ ഉമ്മറടിച്ചിട്ടോ അടിക്കണില്ലെന്ന്. യൂണിഫോം വാങ്ങാൻ പോകണ്ടേ? വിളിക്കട്ടെ. അപ്പം നമുക്ക് ഇവർക്ക് 3 ചാക്കിന്നാണ് കേട്ടോ ഇവർക്ക് തീറ്റ എടുക്കണം. നമ്മൾ ഇതെല്ലാം കൂടി മിക്സിങ് ആയ കടലത്തുണ്ട്, പിന്നെ കുറേ ധാന്യങ്ങളെല്ലാം കൂടി മിക്സായ ഒരു പൊടിത്തീറ്റയായിട്ടത്. കടലയുടെ തൊണ്ടും ഗ്രീൻ പീസിൻ്റെ തൊണ്ട്, സോയാബീൻ്റെ തൊണ്ട്, പിണ്ണാക്ക്, ഇതെല്ലാം ഉണ്ട് അതിനകത്ത്. ഇതെന്ന് പറയുന്നത് അരിത്തവിടാണ്. അല്ല ഇതൊരു ഇതുണ്ട്. അതിലരിയുണ്ടോ? അരി ഉണ്ടാക്കുന്ന തവിടാണ് അരിത്തവിട്. അരി ഇങ്ങനെ പൊടിഞ്ഞ ആ ഒരു തോടില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അത് പൊരിയൊക്കെ കിടപ്പുണ്ട് കണ്ട. നോക്കി പൊരി കണ്ട. ഇതിങ്ങനെ മെഷീനിലിടുമ്പോ ചില അരികളൊക്കെ ഇങ്ങനെ പൊരിയായി മാറണ കണ്ട. പൊരി വറുത്താണ് ഉണ്ടാക്കാൻ. നമുക്ക് ഉണ്ടാക്കാൻ പറ്റോ? എനിക്ക് കറക്റ്റ് അറിയില്ലാടോ. താൻ പറഞ്ഞാൽ എനിക്കറിയില്ല. എന്താ നോക്കണം. പിന്നത്തെ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ കണ്ട, ഇത് ഒരു വെറ്റാണ് കേട്ടോ. ഒരു വെറ്റ് ഫീഡാണിത്. ഇത് എല്ലാം ഈ മറ്റേ നമ്മുടെ ഇതല്ലേ, നമ്മുടെ എന്തോന്നാ ഇതിന് പറയാ, നമ്മുടെ എന്താ പറയുവാവേ, മറ്റേ നമ്മുടെ ഒരു ചെടിയിലുണ്ടാവുന്ന നമ്മൾ കഴിക്കില്ലേ, വറുത്ത് കഴിക്കണത്, കോൺ പോലെകള്, ചോളം. ആ ഓക്കെ, ചോളം. ചില സമയത്ത് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് കിട്ടില്ല കേട്ടോ, മറന്നു പോവേ. അപ്പം ഇതാണ് ചോളത്തിൻ്റെ ഈ തൊണ്ടാട്ടോ. ഇതൊക്കെ ചോളത്തിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ബാക്കി വന്ന പിശറാണിത്. അപ്പം ഇതിനകത്ത് എന്തോ ശർക്കരയൊക്കെ ഇട്ട് അവർ ഇങ്ങനെ ഒരു
നമുക്കിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അധികം കാറ്റ് കിടക്കാത്ത രീതിയിൽ എടുത്ത് വെക്കണം. ഒരു 3-4 ദിവസം കൊണ്ട് നമുക്ക് തീർത്ത് എടുക്കണം, അല്ലെങ്കിൽ ഇത് മോശമായി പോകും. ഇത് വെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പാത്രവും ഇടും കേട്ടോ. ഇത്രയും ഫീഡാണ് അവർക്ക് കൊടുക്കണേ. ഇത് ഇങ്ങനെ മിക്സ് ചെയ്യും. ശരിക്കും ഇതൊരു മറ്റത് വെറ്റായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു പുട്ടുപൊടി പോലെ കുഴച്ചാൽ മതി. ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്കാം. വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒത്തിരി വെള്ളം ഒഴിക്കാറുള്ളൂ, അങ്ങനെ വെള്ളം വേണ്ട. ഏകദേശം ഒരു പുട്ടുപൊടി പോലെ ഇരിക്കണം. പുട്ടിൽ നോക്കുമ്പോഴുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലെടുക്കണം. ഇത്ര മതി. ഇപ്പുറത്ത് വെക്കണം. നിങ്ങളൊരു മെസ്സേജ് പറഞ്ഞേക്കും, ഇങ്ങനെ വലത് വശത്ത് ഇരിക്കണം. വലത് കൈ കൊണ്ട് പശുവിൻ്റെ പാല് ഇങ്ങനെ തട്ടാതിരിക്കാൻ മാറ്റണമെങ്കിൽ നമുക്ക് ഇവരുടെ ഇടതുവശത്ത് നമ്മൾ ഇരിക്കണം അത്രേ. അപ്പോൾ നമ്മൾ അതിന് ശ്രദ്ധിക്കുന്നുണ്ട്. അറിവുള്ളവർ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ആ വയസ്സുകളൊക്കെ ചവിട്ടി നിൽക്കുക കേട്ടോ. ചില സമയങ്ങളിൽ അവൾ അടങ്ങി നിൽക്കും, ചില സമയങ്ങളിൽ ഭയങ്കര ഓട്ടമായിരിക്കും കേട്ടോ. ഇത് ഉരുകിപ്പോയതാണോ? വെയിലുണ്ടാ? ഗൈസ് മടിച്ചതിനെ കണ്ടോ? ഗൈസ് മടിച്ച് ഭദ്രേനെ കണ്ടോ? കുഞ്ചനോട് പറഞ്ഞു, ഭദ്രേനും നിങ്ങൾ സുഭദ്രേനും കേട്ടോ. മഴയ്ക്ക് എല്ലാ പശുവിനും കെട്ടിപ്പോളാൻ പറ, മഴ പെയ്യാൻ വേണ്ടി. വാല് കൂട്ടിപ്പിടിച്ച് കെട്ടി വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ വാല് കൂട്ടിപ്പിടിച്ച് കെട്ടി വെച്ചാൽ ചിലപ്പോൾ അത് കുറച്ച് അഗ്രസീവ് ആവും കാണിക്കുക. അതുകൊണ്ടാണ് കേട്ടോ വാല് കെട്ടാത്തത്. പിന്നെ അതുപോലെ അവർക്ക് ഈച്ചേനെയൊക്കെ ഓടിക്കണമെങ്കിലും വാലിൻ്റെ ഒരു സഹായം വേണമല്ലോ. കൈയില്ലല്ലോ അവർക്ക്, ഇതല്ലേ ഈച്ചേനെ ഓടിക്കാനുള്ളൂ. അപ്പോൾ നമ്മളത് പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ ഈച്ചടി കൊണ്ട് നിൽക്കണ്ടേ. അതുകൊണ്ടാട്ടോ ഈച്ച കടിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കെട്ടാത്തെ. എനിക്ക് ഇതുകൊണ്ട് നല്ല താങ്ങ് തന്നെ ഉണ്ടാവുള്ളൂ. വിടാമ ഈച്ച കടിക്കണ്ടാവുള്ളൂ. ഞാൻ കുഞ്ഞിക്കാക്ക വന്നിരിക്കുന്നു. കാക്കയാണത്. കുയിലായിരിക്കും. ആ കുയില്. എവിടെയാണ്? കുയിലായിരിക്കും. ഇങ്ങനെ പകുതി വാലിങ്ങനെ വിട്ടെടുക്കണോണ്ടാ. കുയിലിന് എന്താ പ്രത്യേകത? അമ്മക്ക് കോഴിയുടെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റോ? നമ്മളല്ലേ കോഴിനെ വിളിക്കണത്. ചില കോഴി ഉണ്ടാക്കുന്നേ ഗൈസ്. ഞങ്ങളുടെ ഇവിടെ കുറെ കോഴിയുടെ ശല്യമുണ്ട് ഗൈസ്. പക്ഷെ ഇവിടെ കോഴിയില്ല ഗൈസ്.
നല്ല പാടാണ് അമ്മ കൈ കറക്കാൻ. പാടൊന്നുമില്ല, പക്ഷെ എനിക്ക് പാല് തീരെ കുറവാട്ടോ. ഭദ്രക്ക ഇവിടെ ഏറ്റവും നല്ല പാല് തന്നെ പശു എന്ന് പറയുന്ന സഹിവാളാട്ടോ. ഏതാ? നമ്മുടെ നന്ദിനി. ഏത് നന്ദിനി? ഇതാ അവിടെ അറ്റത്ത് കിട്ടുന്ന നന്ദിനി. ആ അറ്റത്തല്ല, ഇവിടെ. അവൾക്കാണ് ഇപ്പൊ കൊറേ പാല്. കൊറേ പാലല്ല, ഒരു 3 ലിറ്ററൊക്കെ വൈകുന്നേരം തരുവോള്. ഇവൾക്കാ? ഇവള് ചിലപ്പോ 2, 1.25, 2.5 ചിലപ്പോ തരും. 2.5 ചില ദിവസം. മറ്റേ സുഭദ്ര ഒന്നും തരൂലേ? സുഭദ്രക്ക് 1.5 ലിറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റേ അവക്കും ചിലപ്പോ ശങ്കരിക്കും ചിലപ്പോ 2 ലിറ്ററൊക്കെ ഉണ്ടാവും വൈകുന്നേരം. 2, 2.25, 2.5 ഒക്കെ. ഇവൾക്കാണ് ശരിക്കും കുറവ്. ഇവളുടെ ശരീരം മാത്രമേ ഉള്ളൂ, പാല് കുറവാ. ഗൗരീനെ വെച്ച് നോക്കുമ്പില്ലേ? ഗൗരിക്ക് പാലുണ്ട്, ഗൗരി ചെന പിടിക്കണില്ല. ഗൗരി ഇല്ലേ, എന്തുവാ ഇവളിനെക്കാട്ടും ഹൈറ്റ് ഉണ്ടമ്മേ. നോട്ടായി പോയി ഇപ്പൊ. നന്ദിനി എങ്ങനെ പോയി? അയ്യോ, തീറ്റ എടുത്താ? അവൻ പോയി എടുക്കമ്മേ. ഇന്ന് കെട്ടിയാലേ ഇനി എടുക്കാൻ പറ്റുള്ളൂ. രണ്ട് നന്ദിനി എപ്പോ നോക്കിയാലും അടിയാണല്ലേ. നമ്മടെ പോയ പിന്നെ നന്ദിനി പോടി. ഇവിടെ എന്താ കാണിക്കണേ? ഇതിനൊരു കുരുത്തക്കേട്. തീറ്റ കഴിക്കാൻ നേരത്ത് ബഹളമായി. എന്തൊരു സന്ധ്യയായ ഞാൻ അവിടെ ഡാൻസ് കളിക്കുന്നു. നമ്മുടെ നന്ദിനി എന്താണ് മോൻ വരൂപ്പ മിണ്ടാതെ. ഓരോരുത്തർക്ക് തീറ്റ കൊടുത്തിട്ടാണോ കറക്കണേ? സുഭദ്ര തൊഴിലിക്കുന്ന അവന്റെ മോനെ കാണാനിട്ടാണ്. ഞാൻ കൊണ്ടുവരട്ടെ പോയി. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓടി വന്ന പാല് കുടിക്കുവോ? അപ്പൊ നോക്കിയിട്ട് പോയി കൊണ്ടുവന്നോ. ഗായ്സ്, ആ കുരിപ്പിനെ കണ്ടോ ഗായ്സ്? എന്തൊരു മോന്താ! ഹോ, ഇങ്ങനത്തെ മോന്ത ഞാൻ കണ്ടിട്ടേ ഇല്ല. നിഷ്കളങ്കതയായ ഒരു മോന്ത. അവൻ അയച്ചപ്പോ നോക്കിയമ്മേ പല്ല് കാട്ടി നോക്കിയേ. പല്ലിങ്ങനെ കാട്ടി ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഈച്ച വയലോട്ട് കയറിയത്. കുഞ്ഞിന്റെ ഫ്രണ്ട് വന്നില്ലേതാ?
വരാട്ടോ കുഞ്ഞിനെ. അങ്ങനെ കറവയൊക്കെ കഴിഞ്ഞു. പാലൊക്കെ എടുത്ത പാത്രമൊക്കെ ഇനി കഴുകാനുണ്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ പോയി ഒന്ന് ചാണകമൊക്കെ കോരുക. അങ്ങനെ നമ്മൾ കറവയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഒതുങ്ങി റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ഞാനൊരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അതുവരെ ഒന്ന് റിലാക്സ് ചെയ്ത് മൊബൈലൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. എന്താണ് എന്തെങ്കിലും പറയാനുണ്ട്? അപ്പം ഇന്ന് വാവ ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. വാവയുടെ ഒരു സഹായവും എനിക്കുണ്ടായിരുന്നു കേട്ടോ ഫാമിൽ. എവിടെ പോണു? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ ദിവസവും കാണാൻ വന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരോടും താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഓക്കെ ബൈ. അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം. ഓക്കെ ബൈ ബൈ.